തൃശൂർ കൊടകരയിലെ 8 വയസ്സുകാരൻ ആൾജോയുടെ പാമ്പ് കടിയേറ്റുള്ള മരണം നാടിനാകെ സങ്കടവും അതിലേറെ ഞെട്ടലും ഉണ്ടാക്കുന്നതാണ്. ആൾജോയുടെ സഹോദരൻ അനോഷും ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. കുട്ടികൾ കിടന്നിരുന്ന ഹാളിലെ തലയിണയ്ക്ക് സമീപത്തു നിന്നാണ് പാമ്പിനെ കണ്ടെടുത്തത്. ചൂടുകാലമായതിനാൽ ഇത്തരം വിഷജന്തുക്കൾ വീടിനകത്തേക്ക് കയറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? തൃശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. പള്ളിവികാരിയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വീട്ടിലെത്തി കിടന്നുറങ്ങിയ വെള്ളിക്കുളങ്ങരയിലെ സിൽജോയുടെയും ജോൺസിയുടെയും മക്കളായ ആൽജോയ്ക്കും അനോഷിനുമാണ് പാമ്പ് കടിയേറ്റത്. അനോഷാണ് മരിച്ചത്. ആൽജോയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. നല്ല ചൂടായതിനാലാണ് വീട്ടിലെ ഹാളിൽ കിടക്കാമെന്ന് ആൾജോയും അനോഷും തീരുമാനമെടുത്തത്. കുട്ടികൾക്ക് കൂട്ടായി അമ്മ ജോൺസിയും ഒപ്പം കിടന്നു. രാത്രിയോടെ സഹോദരങ്ങൾക്ക് 2 പേർക്കും വയറുവേദന അനുഭവപ്പെട്ടപ്പോൾ ജീരകവെള്ളം കൊടുത്തത് അമ്മ തന്നെയാണ്. രാത്രി കഴിച്ച അവക്കാഡോ ഷേക്കാണ് പ്രശ്നക്കാരനെന്നാണ് അവരെല്ലാം ആദ്യം കരുതിയത്. പാല് കൊണ്ടുവന്നുണ്ടായിരുന്നു. അതില് അവക്കാഡോ ഇട്ടടിച്ച് ബൂസ്റ്റ് ഇട്ട് കപ്പലിട്ടിട്ട് അടിച്ച് അതവര് കഴിച്ചിട്ടുള്ള. പിന്നെ അത് കഴിഞ്ഞ് 2 മണിയായപ്പോ വയറുവേദന വന്ന് അവന് കുറച്ച് വയറെടുത്ത് ഞാൻ ജീരകവെള്ളം കൊടുത്തു. പിന്നെ കുറെ കഴിഞ്ഞ് 4 മണി 4:15 ആയപ്പോഴാണ് ഇവന് വായെന്ന് പറയുമ്പോ വന്നത്. ഇപ്പൊ ആൽജോ എന്ന് പറഞ്ഞവന് താഴെയുള്ളവന്. അത് കഴിഞ്ഞ് ഞാനിവിടെ ചേട്ടനെ വിളിച്ചു. 10-15 മിനിറ്റ് കഴിയുമ്പോൾ അവനെങ്ങാണ്ടായി. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെ ഡോക്ടറാണ് ഭക്ഷ്യവിഷബാധയല്ല മറിച്ച് പാമ്പ് കടിയേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ നിന്ന് ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ കണ്ടെത്തി. പാമ്പിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഫുഡ് പോയ്സൺ എന്നൊരു നിഗമനത്തിലായിരുന്നു വീട്ടുകാരെത്തിയിരുന്നത്. പിന്നീട് പിന്നെ പോലീസ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞതിന് ശേഷം ഇവിടെ പരിശോധന നടത്തിയപ്പോഴാണ് പാമ്പിനെ കാണുകയും ആ പാമ്പിനെ ഒരു തല്ലിക്കൊല്ലി ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ കത്തുന്ന ചൂട് തന്നെയാണ് ഇഴജന്തുക്കൾ വീടിനകത്തേക്ക് കയറാൻ കാരണം. കിടക്കുന്ന സമയത്തിന് മുൻപ് കട്ടിലിനടിയിലും മറ്റ് സ്ഥലങ്ങളിലും കൃത്യമായി പരിശോധിക്കണം. കിടക്കയും തലയിണയും നന്നായി കുടഞ്ഞു വിരിക്കണം. വീടിന് തൊട്ടടുത്ത് വിറകുകൾ കൂട്ടിയിടാതിരിക്കണം. ചുവരിനോട് ചേർന്ന് വള്ളികളോ ചെടികളോ പടർത്താതിരിക്കണം. ഇതൊക്കെയാണ് ഇക്കാലത്ത് ഇത്തരം ജീവികളെ വീടിനകത്തേക്ക് കയറ്റാതിരിക്കാൻ പ്രാഥമികമായി ചെയ്യേണ്ടത്. വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ മാർബിൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടൈൽ ചെയ്തിട്ടുള്ള വീടുകളിൽ നിന്ന് അകത്തുനിന്ന് വരെ നമുക്ക് പാമ്പുകളെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അലക്ഷ്യമായിട്ട് തുറന്നിടുന്ന ജനാലകൾ അല്ലെങ്കിൽ വാതിലുകൾ ഇതൊക്കെ പാമ്പുകൾക്ക് അകത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് അടയ്ക്കുക എന്ന് മാത്രമല്ല, വീടിൻ്റെ അകത്തും ഈ പറയുന്ന എലികൾ അല്ലെങ്കിൽ പല്ലികളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ എലികളും അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ ജീവികളായിട്ടുള്ള പല്ലികൾ, ഒന്നുകൾ ഇതൊക്കെയാണ് പാമ്പുകളുടെ ഭക്ഷണം. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളതിൽ കുറച്ചും കൂടി കൂടുതൽ കരുതലുകൾ ചെയ്യണം, ജാഗ്രത വേണം നമുക്ക്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ പാമ്പുകൾ വരാം. ആ വരാനുള്ള സാഹചര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് അടയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അഥവാ അബദ്ധത്തിൽ കടിയേറ്റാൽ പാമ്പിനെ തിരിച്ചറിയാനും ജീവനോടെയോ അല്ലാതെയോ പിടിക്കാനും വിലയേറിയ സമയം കളയാതിരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. മുറിവിൽ നിന്ന് രക്തപ്രവാഹമുണ്ടെങ്കിൽ മുറിവ് വൃത്തിയുള്ള തുണികൾ കൊണ്ട് കെട്ടിവെച്ച് എത്രയും പെട്ടെന്ന് സൗകര്യമുള്ള ആശുപത്രിയിൽ ചികിത്സ തേടണം. പരമാവധി ഭയപ്പെടാതിരിക്കുക എന്നതാണ് പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. രോഗിയെ പാനിക്കാക്കാതിരിക്കുക, കാമായിട്ടിരിക്കുന്നതിന് ചികിത്സയുണ്ട്. അതുപോലെ കടിച്ച ഭാഗത്തെ വള, വാച്ച്, മറ്റു സാധനങ്ങളൊക്കെ മാറ്റി വെക്കുക. കാര്യം ചില ഈ അണലി പോലുള്ള ഹീമറ്റോക്സിസ് ഇതിൽ നീര് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നീര് പെട്ടെന്ന് കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കട്ടിയായി കിടക്കുന്ന കയ്യിലോ കാലിലോ കിടക്കുന്ന വളകൾ, വാച്ച് ഇതൊക്കെ മാറ്റുക. ഈ കടിച്ച ഭാഗം ഒരിക്കലും ഉയർത്തരുത്. അത് ഹാർട്ടിൻ്റെ ലെവലിൻ്റെ താഴേക്ക് വെക്കണം. അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കടിച്ച വിഷാംശം പെട്ടെന്ന് ശരീരത്തിലേക്കും ഹാർട്ടിലേക്കും ആ കുഴലിലേക്കൊക്കെ വ്യാപിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായി പാമ്പ് കടി കൊണ്ടുള്ള മരണങ്ങൾ സംസ്ഥാനത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2018-2019 വർഷത്തിൽ 123 പേർ പാമ്പ് കടിയേറ്റ് മരിച്ച സ്ഥാനത്ത് 2024-25 അത് 34 പേർ മാത്രമായി ചുരുക്കാനായെന്നാണ് വനം വകുപ്പ് പറയുന്നത്. പാമ്പ് കടിയേറ്റ് മരിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ. എന്നാൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ, ഇടപെട്ടാൽ ഇനി ആരും തന്നെ പാമ്പ് കടിച്ചു മരിക്കാത്ത സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാനാകും. ജാഗ്രത പാലിക്കുക. ബിനേഷ് ബാബുരാജനൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 തൃശൂർ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.